സംസ്ഥാന കോൺഗ്രസിലെ ആഭ്യന്തര കലഹം തീർത്ത് ഐക്യമുറപ്പിക്കാനായി ഉന്നത സമിതി രൂപവൽക്കരിക്കാൻ ഹൈക്കമാൻഡിന്റെ പരിഹാര ഫോർമുല വന്നിരിക്കുകയാണ്. KPCC പ്രസിഡന്റ് കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, UDF കൺവീനറായ MM ഹസൻ, മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവരും കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ ദീപദാസ് മുൻഷിയും സമിതിയിലുണ്ടാകും. മുൻ KPCC അധ്യക്ഷന്മാരായ VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, K മുരളീധരൻ എന്നിവരെ കൂടി ഉൾപ്പെടുത്താൻ ആലോചനയുമുണ്ട്. പാർട്ടിയുടെ ദൈനംദിന കാര്യങ്ങളും തർക്കങ്ങളും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് ധാരണയുണ്ടാക്കി പൊതുനിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ് ഉന്നത സമിതിയുടെ ഉത്തരവാദിത്വം. നേതൃതലത്തിലെ എല്ലാവർക്കും പ്രാതിനിധ്യമുള്ളതിനാൽ തന്നെ പരസ്യമായ ഏറ്റുമുട്ടലുകളും അഭിപ്രായ ഭിന്നതകളും ഒക്കെ തന്നെ ഇതുവഴി പരിഹരിക്കാനാവുമെന്നതാണ് പ്രതീക്ഷ. അതേസമയം തന്നെ KPCC അധ്യക്ഷനെ മാറ്റുന്നതിൽ തർക്കം തുടരുകയുമാണ്. ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ സ്ഥാനമൊഴിയാമെന്ന മുൻ നിലപാട് K സുധാകരൻ മാറ്റിയതാണ് ഇപ്പോഴത്തെ തലവേദനയായത്. നേതൃമാറ്റ ചർച്ചകളിൽ അദ്ദേഹം കടുത്ത അമർഷം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. മറ്റെന്തെങ്കിലും പദവി വാഗ്ദാനം ചെയ്തുകൊണ്ട് സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. പ്രവർത്തക സമിതിയിൽ പ്രത്യേക ക്ഷണിതാവാക്കാമെന്ന വാഗ്ദാനവും പരിഗണനയിലുണ്ട്. മാത്രമല്ല, VD സതീശനെ സംബന്ധിച്ച് KPCC പ്രസിഡന്റിനെ മാറ്റാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായിരുന്നു. കോൺഗ്രസിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല എന്നും ഒരു പട്ടികയും ഇതേ സംബന്ധിച്ച് നൽകിയിട്ടില്ല എന്നും ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളേണ്ടത് ഹൈക്കമാൻഡ് ആണ് എന്നും തന്നെ വിമർശിക്കാൻ മറ്റു നേതാക്കൾക്ക് അവകാശമുണ്ട് എന്നെല്ലാമാണ് VD സതീശന്റെ വാദം. കോൺഗ്രസ് ഐക്യത്തോടെ തന്നെ മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. എന്നാൽ അതേസമയം തന്നെ KPCC അധ്യക്ഷനുമായുള്ള തർക്കത്തിൽ ഹൈക്കമാൻഡിന്റെ കർശന ഇടപെടലുണ്ടായിരുന്നു. ആ ഇടപെടലിനെ ചെറുത്തു നിന്നത് K സുധാകരന്റെ തന്ത്രപൂർവമായ നീക്കം തന്നെയായിരുന്നു. K സുധാകരൻ ഹൈക്കമാൻഡുമായി നേരിട്ട് ചർച്ച നടത്തുകയും അധ്യക്ഷ സ്ഥാനത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തതാണ് ഇപ്പോൾ പുതിയൊരു ഫോർമുലയിലേക്ക് പോലും എത്തിയിരിക്കുന്നത്. അതോടെയാണ് സുധാകരനെ കൂടി കണക്കിലെടുത്തുകൊണ്ട് അഥവാ വിശ്വാസ്യതയിൽ എടുത്തുകൊണ്ട് മാത്രമേ ഉടനൊരു നീക്കം ഉണ്ടാകൂ എന്ന് ഹൈക്കമാൻഡ് അറിയിച്ചത്. മാത്രമല്ല, അതേ സാഹചര്യത്തിൽ തന്നെ സുധാകരന് അനുകൂലമായൊരു നിലപാട് AK ആന്റണിയുടെ ഭാഗത്തു നിന്നും കൂടി ഉണ്ടായത് യഥാർത്ഥത്തിൽ കേരളത്തിൽ സുധാകരൻ വിരുദ്ധ പക്ഷത്തിന് വലിയ തിരിച്ചടിയായിരുന്നു. മാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് KPCC അധ്യക്ഷനെ മാറ്റിക്കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. K സുധാകരനെ മാറ്റുകയാണെങ്കിൽ VD സതീശനും സ്ഥാനമൊഴിയണമെന്ന ആവശ്യം സുധാകരൻ പക്ഷക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. മാത്രമല്ല, സുധാകരനെ പിന്തുണച്ചുകൊണ്ട് അതുവരെ ഉണ്ടായിരുന്ന മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഒത്തുകൂടിയതും VD സതീശന് തിരിച്ചടിയായിരുന്നു. എന്നാൽ അതേസമയം തന്നെ ചെന്നിത്തലയെ സംബന്ധിച്ച് കലക്കവെള്ളത്തിൽ നിന്നും മീൻ പിടിക്കുക എന്ന സമീപനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇനി പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് VD സതീശൻ മാറുകയാണ് എങ്കിൽ ആ സാഹചര്യത്തിലേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള നേതാവിന്റെ പേര് രമേശ് ചെന്നിത്തലയുടെ പേര് മാറാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. ഈ സാധ്യതകളെല്ലാമാണ് സുധാകരന്റെ ഒരു കൂടിച്ചേരലോടുകൂടി തന്നെ ഇല്ലാതായത്. മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ സജീവമാകാനിരിക്കുകയാണ് ഇപ്പോൾ പുതിയ ഒരു ഫോർമുലയുമായി കൊണ്ട് തന്നെ KPCC രംഗത്ത് വന്നിരിക്കുന്നത്.